PSC പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ CSEB നോട്ടിഫിക്കേഷൻ്റെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. ജൂലൈ 7-നും ജൂലൈ 26-നും ആഗസ്റ്റ് 8-നും ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ പരീക്ഷകൾ നടക്കും. ആഗസ്റ്റ് 16-നാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം വരുന്നത്. ജൂനിയർ ക്ലർക്ക് എക്സാംസ് ഓഫ്ലൈൻ ആയിട്ടും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഓൺലൈൻ ആയിട്ടുമാണ് എക്സാം നടക്കുന്നത്. ഇതുവരെ CSEB എക്സാം എഴുതിയിട്ടില്ലാത്തവർക്ക് ഒരു പുതിയൊരു അവസരം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ജൂൺ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതിയുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ 30 ആണ്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. PSCയുടെ പ്രൊഫൈൽ പോലെ തന്നെ CSEB സൈറ്റിലും നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്സ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജൂൺ 30 ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ഇൻ കേരള കോർപ്പറേഷൻ, കേരള സഹകരണ മേഖലയിൽ ആദ്യമായിട്ട് വന്ന സംഭവങ്ങൾ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. നിലവിൽ കേരളത്തിലെ സഹകരണ മന്ത്രി M. ലിജു ആണ്. ഫസ്റ്റ് വുമൺ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. ഫസ്റ്റ് വുമൺ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. ഉത്തരം M. കമലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സഹകരണ മന്ത്രിയാണ് M. കമലം. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. ഉത്തരം C. ഗോവിന്ദപിള്ള. കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രാറാണ് C. ഗോവിന്ദപിള്ള. നിലവിൽ കേരളത്തിലെ രജിസ്ട്രാർ സജിത് ബാബു IAS ആണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് ഇൻ കേരള സ്റ്റേറ്റ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് ഇൻ കേരള സ്റ്റേറ്റ്. ഉത്തരം 1969 ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ നിയമം. KCS ആക്ട് 1969 നിലവിൽ വരുന്നതിന് മുൻപ് കൊച്ചി, മദ്രാസ്, ട്രാവൻകൂർ എന്നീ പ്രൊവിൻസുകൾക്ക് സെപ്പറേറ്റ് സഹകരണ നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിന് മൊത്തത്തിൽ ഒരു സഹകരണ നിയമം വന്ന വർഷമാണ് 1969. അത് KCS ആക്ട് 1969 ആണ്. ദ മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ കേരള. ദ മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ കേരള. ഉത്തരം PR കുറുപ്പ്. 1969 ആക്ട് നിലവിൽ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ സഹകരണ മന്ത്രിയായിരുന്നത് PR കുറുപ്പ് ആണ്. Deposit mobilization was started in Kerala in 1976. Dash was the Minister of Corporation. Deposit mobilization was started in Kerala in 1976. Dash was the Minister of Corporation. ഉത്തരം ബേബി ജോൺ. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ വന്നത് 1976 ഈ സമയത്ത് കേരളത്തിൻ്റെ സഹകരണ മന്ത്രിയായിരുന്നത് ബേബി ജോൺ ആണ്. ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. ഉത്തരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ദ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. ദ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. ഉത്തരം കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. The first district cooperative bank in Kerala provided ATM facility. The first district cooperative bank in Kerala provided ATM facility. ഉത്തരം എറണാകുളം ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. എന്നാൽ ATM ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരം എറണാകുളം ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. The first woman president of DCB in Kerala. The first woman president of DCB in Kerala. ഉത്തരം P. സതി ദേവി. ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡൻ്റാണ് P. സതി ദേവി. ദ ഫസ്റ്റ് DCA ഇൻ കേരള. ദ ഫസ്റ്റ് DCA ഇൻ കേരള. ഉത്തരം KG രാജു IAS.
കേരളത്തിൻ്റെ ആദ്യത്തെ DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അത് KG രാജു ആണ്. കേരളത്തിലെ ആദ്യത്തെ DCA വന്നത് 2000 ജനുവരി 1-നാണ്. 2000 ജനുവരി 1-നാണ് കേരളത്തിൽ ആദ്യമായിട്ട് DCAനെ അപ്പോയിൻറ്റ് ചെയ്തത്. ഫസ്റ്റ് DCA ആണ് KG രാജു. നിലവിൽ കേരളത്തിലെ DCA ആണ് ഷെറിൻ MS. The first milk supply union in Kerala. The first milk supply union in Kerala. ഉത്തരം കാലിക്കറ്റ്. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് സപ്ലൈ യൂണിയനാണ് കാലിക്കറ്റ്. ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ കേരള. ദ ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ കേരള. ഉത്തരം തിരുമല വനിതാ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. തിരുമല വനിതാ ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് സൊസൈറ്റി. The first Writers Cooperative Society in Kerala. The first Writers Cooperative Society in Kerala. ഉത്തരം SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് കേരളത്തിലെ ആദ്യത്തേത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് SPCS. SPCSൻ്റെ പൂർണ്ണരൂപം സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. 1945 ഏപ്രിൽ 30-നാണ് ഫോം ചെയ്തത്. ഹെഡ് ഓഫീസ് വരുന്നത് കോട്ടയത്താണ്. The first cooperative housing society in Kerala was at. The first cooperative housing society in Kerala was at. ഉത്തരം കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി നിലവിൽ വന്നത് കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തേത് സരസ്വത് കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് ബോംബെയിലാണ് ഫോം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി വന്നത് കണ്ണൂരാണ്. The first cooperative medical college in Kerala. The first cooperative medical college in Kerala. ഉത്തരം പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. The first cooperative college is at. The first cooperative college is at. ഉത്തരം തിരുവനന്തപുരം. ആദ്യത്തെ കോപ്പറേറ്റീവ് കോളേജ് വന്നത് തിരുവനന്തപുരത്താണ്. എന്നാൽ ആദ്യത്തെ കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് വന്നത് കണ്ണൂരാണ്. അത് പരിയാരം മെഡിക്കൽ കോളേജാണ്. The first cooperative congress was at. The first cooperative congress in Kerala was at. ഉത്തരം കോട്ടയം in 1966. 1966 കോട്ടയത്താണ് ആദ്യത്തെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്. 2024 നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് 9ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്. അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. കോളിയക്കോട് കൃഷ്ണൻ നായർ ആയിരുന്നു ലീഡർ. ആദ്യത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് കേരളത്തിൽ നടന്ന വർഷം 1966 കോട്ടയത്ത് വെച്ചാണ് നടന്നത്. ലീഡറായിരുന്നത് KR ഇലങ്കത്താണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ കേരള ഈസ് ഇൻ 1966 അറ്റ് കോട്ടയം. ഫസ്റ്റ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇൻ കേരള കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇൻ കേരള കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ. ഉത്തരം 2 ജാനുവരി 2003. 2003 ജനുവരി 2-നാണ് കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുവനന്തപുരമാണ്. കേരളത്തിൽ 2 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതികളാണുള്ളത്, തിരുവനന്തപുരത്തും കോഴിക്കോടും. ആദ്യത്തേത് തിരുവനന്തപുരത്താണ്, രണ്ടാമത്തേത് കോഴിക്കോടും. The year in which cooperative ombudsman scheme was established. The year in which cooperative ombudsman scheme was established. ഉത്തരം 2010. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം വന്ന വർഷമാണ് 2010. The year of commencement of Cooperative Service Examination Board. Year of commencement of Cooperative Service Examination Board. ഉത്തരം 2001. 2001 കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അഥവാ CSEB നിലവിൽ വരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. ഉത്തരം 30th സെപ്റ്റംബർ 1986. 1986 സെപ്റ്റംബർ 30-നാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനാണ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 80D കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിനെ കുറിച്ച് പറയുന്നത്. The self-financing pension scheme came into force in. The self-financing pension scheme came into force in
ഉത്തരം 1993. 1993 ജൂൺ 3-നാണ് സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീം നിലവിൽ വരുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 80A പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയുന്നത്. പെൻഷൻ സ്കീമിൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് പെൻഷൻ സ്കീം നിലവിൽ വന്ന വർഷം 1993. The year in which Kerala State Cooperative Union was established. The year in which Kerala State Cooperative Union was established. ഉത്തരം 1970. 1970 കേരള കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ SCU നിലവിൽ വന്നത് 1970 നവംബർ 21-നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ഇതാണ് ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോപ്പറേഷൻ ഇൻ കേരള എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. മാനേജിംഗ് കമ്മിറ്റിയിൽ 23 മെമ്പേഴ്സ് ഉണ്ട്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം 12 SCUവിൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് സഹകരണ ജേണൽ. സഹകരണ ജേണൽ പബ്ലിഷ് ചെയ്ത വർഷം 1952. സഹകരണ ജേണൽ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് 1952. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 2012. 2012 ജനുവരി 11-നാണ് കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 57B അനുസരിച്ചാണ് ഗവൺമെൻറ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം വന്നത് 2008 ഏപ്രിൽ 1-നാണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 2024 വന്നത്. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം 2008, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 2024, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം 2012. The year in which Gahan introduced. The year in which Gahan introduced. ഉത്തരം 1984. 1984 ഗഹാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗഹാൻ എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിനും ആപ്ലിക്കബിൾ ആകുന്നത് 2004. കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 2000. 2000 ജൂലൈ 4-നാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം നിലവിൽ വരുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 57A അനുസരിച്ചാണ് ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ സൊസൈറ്റീസും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് ഈ ഒരു ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീമിൻ്റെ ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനാണ്. സെക്രട്ടറി ജോയിൻറ്റ് രജിസ്ട്രാറാണ്. കേരള കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കേരള കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 2014. 2014 കേരള കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീം നിലവിൽ വരുന്നത്. കേരള സഹകരണ അംഗ സമാശ്വാസ നിധി നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ഓരോ സംഘങ്ങളും കേരള കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് KCS ആക്ടിൻ്റെ സെക്ഷൻ 56 നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ. 56(1) സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളിലേക്കുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നത്. അതിൽ 56(1)(c) മെമ്പർ റിലീഫ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% പറയുന്നു. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലാണ് ഓരോ സംഘങ്ങളും കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുക്കാതിരുന്നാൽ 6% ഇൻട്രസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് പിഴ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീം വന്ന വർഷം 2014. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത് റൂൾ 53A. കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 2007. 2007 ജൂൺ 15-നാണ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 57C അനുസരിച്ചാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ.
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഉത്തരം 2000. 2000 ജനുവരി 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 28B അനുസരിച്ചാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 28Bയും റൂൾ 35Bയുമാണ്. കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.